ലണ്ടൻ ആസ്ഥാനമായുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HSBC. HSBCക്ക് ഇന്ത്യയിലും പ്രസൻസ് ഉണ്ട്. സാധാരണ മറ്റു ബാങ്കുകളെ പോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡുകൾ, ഇൻഷുറൻസുകൾ എന്നിങ്ങനെ പലതരം സർവീസുകൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ കുറവാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ മാത്രമാണ് ബ്രാഞ്ച് ഉള്ളത്. ഞാൻ പേഴ്സണലി HSBCയുടെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങളിൽ ആരെങ്കിലും HSBCയുടെ അക്കൗണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും. ഇന്നത്തെ വീഡിയോയിലൂടെ HSBC ഇന്ത്യയിൽ നൽകുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. HSBC ഇന്ത്യയിൽ നൽകുന്ന ക്രെഡിറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകളാണ് നൽകുന്നത്. HSBC പ്രീമിയർ ക്രെഡിറ്റ് കാർഡ്, HSBC ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ്, പിന്നെ HSBC വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ആദ്യം നമുക്ക് HSBC വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് നോക്കാം. ഇത് അവരുടെ എൻട്രി ലെവൽ കാർഡ് വേരിയന്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് ഇല്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല. ഇത് ഒരു റിവാർഡ് പോയിന്റ് കാറ്റഗറി ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് സ്പെൻഡിങ്ങിന് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റുകൾ പല രീതിയിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഇവർക്കൊരു റിവാർഡ് പോയിന്റ് റിഡംഷൻ പോർട്ടലുണ്ട്. പോർട്ടലിൽ കുറേയധികം കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൗച്ചറായിട്ട് റിഡീം ചെയ്യാം. പിന്നെ കുറേയധികം ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 37 പൈസക്ക് ഇക്വലന്റ് ആണ്. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് എയർ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എയർ ഇന്ത്യ, അതുപോലെ തന്നെ വിസ്താര, എത്തിഹാദ് എയർവേസ്, ബ്രിട്ടീഷ് എയർവേസ്, സിംഗപ്പൂർ എയർലൈൻസ് എന്നിവയുടെ എയർ മൈൽസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ എയർ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ബാക്ക് ഈ കാണുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ 150 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ നമുക്കൊരു ബൂസ്റ്റർ ഓപ്ഷനും ലഭ്യമാണ്. നമ്മൾ 4 ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാൻ നേരത്ത് 4 ലക്ഷം രൂപക്ക് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് 5x റിവാർഡ് പോയിന്റ് കിട്ടും. ഇതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇയർലി മാക്സിമം ഈ രീതിയിൽ 15,000 റിവാർഡ് പോയിന്റ് ആണ് ബൂസ്റ്റർ ഓപ്ഷനായിട്ട് നേടാനായിട്ട് കഴിയുക. പിന്നെ ഈ ഒരു കാർഡ് വേരിയന്റിൽ നമുക്ക് ഫ്യൂവൽ സർചാർജ് ബെനിഫിറ്റ് വരുന്നുണ്ട്. 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. അതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. ഇയർലി നമുക്ക് മാക്സിമം നമുക്ക് ഈ രീതിയിൽ സർചാർജ് വേവറായിട്ട് നേടാൻ സാധിക്കുക 3000 രൂപ വരെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സർചാർജ് വേവ് ചെയ്ത് കിട്ടിയാൽ കൂടി സർചാർജിന്റെ GST നമ്മൾ നൽകേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു കാർഡിൽ കുറച്ച് വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാർഡിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് വീഡിയോ KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 250 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ റൺ ആവുന്നുണ്ട്. ഓഗസ്റ്റ് 31 വരെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഫുഡ് കാറ്റഗറിയിൽ നമുക്ക് 10% ക്യാഷ് ബാക്കും മറ്റു കാറ്റഗറിയിൽ നമുക്ക് 1.5% ക്യാഷ് ബാക്കും കിട്ടും. അത് പെർമനന്റ് ഓഫർ അല്ല. ഇപ്പോൾ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ റൺ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ്. പിന്നെ HSBC ഇന്ത്യയിൽ നൽകി വരുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ആണ് ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ്. മുൻപ് ഇതിന്റെ പേര് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് എന്നായിരുന്നു. അത് റീബ്രാൻഡ് ചെയ്ത് ലൈവ് പ്ലസ് എന്നാക്കിയതാണ്. ഫീച്ചേഴ്സിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല. ഇതൊരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ യെസ് കാർഡും ഫ്ലിപ്കാർട്ട്, ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡൊക്കെ പോലെ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാറ്റഗറി ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ ഇത് ഫ്രീ അല്ല. ഒരു ജോയിനിങ് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നുണ്ട്. ജോയിനിങ് ഫീസ് 999 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ ആനുവൽ ഫീസും 999 രൂപ പ്ലസ് GST ആണ്. പക്ഷേ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് 2 ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും. നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ് കാറ്റഗറി, ഫുഡ് ഡെലിവറി കാറ്റഗറി, ഗ്രോസറി കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന 10% ക്യാഷ് ബാക്ക് നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 1000 രൂപ വരെയാണ് നേടാനായിട്ട് സാധിക്കുക. മറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ലഭിക്കും. ഈ ഒരു 1.5% ക്യാഷ് ബാക്ക് ബെനിഫിറ്റിന് പ്രത്യേകിച്ച് ക്യാപ്പ് വരുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. പിന്നെ ചില കാറ്റഗറികളിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. ക്യാഷ് ബാക്ക് കിട്ടാത്ത കാറ്റഗറികൾ ഈ കാണുന്നതാണ്. ഇൻക്ലൂഡിംഗ് വാലറ്റ് ലോഡിംഗ്, അതുപോലെ തന്നെ ഫ്യൂവൽ സ്പെൻഡിങ്, റെന്റ് ട്രാൻസാക്ഷൻ എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറികളിൽ നമുക്ക് ഈ ഒരു കാർഡിൽ ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല. നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് വന്ന് 45 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് യെസ് കാർഡിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആക്സിസ് ബാങ്ക് കാർഡിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ഇവിടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വന്ന് 45 ദിവസം കഴിഞ്ഞാലായിരിക്കും നമുക്കത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. അതായത് ആക്സിസ് ബാങ്കിന്റെ യെസ് കാർഡൊക്കെ പോലെ തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത സൈക്കിളിൽ ബില്ല് വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഈ ഒരു കാർഡ് വേരിയന്റിൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാർഡ് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്ത് വീഡിയോ KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് എടുത്തു
കഴിഞ്ഞാൽ നമുക്ക് ഒരു 250 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. പിന്നെ നമ്മൾ ഈ ഒരു കാർഡ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ 20,000 രൂപ മിനിമം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. സോ ഈ ഒരു കാർഡ് എടുക്കുവാൻ നേരത്തെ ജോയിനിങ് ഫീസായിട്ട് 999 രൂപ പ്ലസ് GST നൽകിയാൽ കൂടി നമ്മൾ കാർഡ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നേടാനായി കഴിയും. പിന്നെ ഈ ഒരു കാർഡ് വരുന്നത് വിസ സിഗ്നേച്ചർ വേരിയന്റിലാണ്. സോ നമുക്ക് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി വരുന്നുണ്ട്. സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ ക്വാർട്ടർലി ഒരു തവണ, അതായത് ഇയർലി നമുക്ക് 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു HSBC ബാങ്ക് ഇന്ത്യയിൽ നൽകുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് HSBC പ്രീമിയർ ക്രെഡിറ്റ് കാർഡ്. പക്ഷേ ഈ ഒരു പ്രീമിയർ ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും കിട്ടില്ല. HSBC ബാങ്കിന്റെ പ്രീമിയർ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കുക. ഈ ഒരു പ്രീമിയർ കസ്റ്റമർ ആകണമെങ്കിൽ വലിയ ക്രൈറ്റീരിയ ആണുള്ളത്. നമ്മൾ മിനിമം 40 ലക്ഷം രൂപയുടെ ക്വാർട്ടർലി റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്കൊരു കോർപ്പറേറ്റ് സാലറി അക്കൗണ്ട് ഉണ്ടാകണം. മന്ത്ലി സാലറി ക്രെഡിറ്റ് എന്ന് പറയുന്നത് മിനിമം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവണം. അങ്ങനെ വലിയ വലിയ ക്രൈറ്റീരിയ ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു HSBC പ്രീമിയർ ക്രെഡിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. സാധാരണ ഒരു വ്യക്തിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് HSBC ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ കൂടി എടുക്കുവാൻ സാധിക്കുന്ന 2 കാർഡ് വേരിയന്റുകളാണ് HSBCയുടെ വിസ പ്ലാറ്റിനം കാർഡും അതുപോലെ തന്നെ HSBC ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡും. ഇതിൽ HSBC വിസ പ്ലാറ്റിനം കാർഡ് നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ലെവൽ കാർഡാണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസില്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസില്ല. ജസ്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് മതി, വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ HSBC ബാങ്കിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിസ പ്ലാറ്റിനം കാർഡ് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ ലൈവ് പ്ലസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാർഡാണ്. പക്ഷേ ഒരു കാര്യം നോക്കേണ്ടത്, നമുക്ക് ആനുവലി 2 ലക്ഷം രൂപയുടെ ഒരു സ്പെൻഡിങ് ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവൽ ഫീസായിട്ട് 999 രൂപ പ്ലസ് GST നൽകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെറുതായിട്ടുള്ള ഒരു കാർഡാണ് ഈ ഒരു HSBCയുടെ ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ്. കാരണം ഫുഡ് ഡെലിവറി, അതുപോലെ തന്നെ ഡൈനിങ്, പിന്നെ ഗ്രോസറി കാറ്റഗറിയിൽ നമുക്ക് അപ് ടു 1000 രൂപ വരെ 10% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റെല്ലാ കാറ്റഗറിയിൽ നമുക്ക് എലിജിബിൾ ആയുള്ള കാറ്റഗറിയിൽ നമുക്ക് 1.5% ബെനിഫിറ്റ് എന്തായാലും കിട്ടും. അത് അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി വരുന്നുണ്ട്. പിന്നെ HSBC ബാങ്കിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ എന്തുകൊണ്ടും വെറുതായിട്ടുള്ള ഒരു കാർഡാണ് ഈ ഒരു HSBCയുടെ ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ്. മുൻപ് ഇത് ക്യാഷ് ബാക്ക് കാർഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് റീബ്രാൻഡ് ചെയ്ത് ലൈവ് പ്ലസ് ആയിട്ട് മാറിയതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി ഈ കാർഡൊക്കെ കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഏജ് വരുന്നത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. പിന്നെ സാലറിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മിനിമം ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവണം. പിന്നെ നമുക്കിത് എല്ലാ സിറ്റിയിലും അവൈലബിൾ അല്ല, നമുക്ക് കൊച്ചിയിൽ അവൈലബിൾ ആണ്. പിന്നെ ബാംഗ്ലൂരു, അങ്ങനെ ഈ കാണുന്ന സിറ്റികളിലുള്ളവർക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ഒരു കാർഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. HSBC ബാങ്കിന്റെ കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി